വാർമോംഗറിംഗ് ഓൾറെഡി നടത്തുന്നുണ്ട്. അവർ പ്രൊവോക്കേഷൻസ് വളരെ നല്ല രീതിയിൽ നടത്തുന്നു. അവർ എക്സ്പെക്ട് ചെയ്യുന്നു ഏത് സമയവും നമ്മുടെ അടുക്കൽ നിന്ന് ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ UN ഐക്യരാഷ്ട്ര സംഘടനയിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ അവരെ കഴിക്കാൻ വരുന്നു രക്ഷിക്കണം എന്നുള്ള രീതിയിൽ. ആ ഒരു കണ്ടീഷൻ വെച്ച് ആ ഐക്യരാഷ്ട്ര സംഘടന പേപ്പർ ടൈഗർ ആണെങ്കിൽ ഒന്നും അധികം പവർ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അനുസരിക്കുന്നതല്ലെങ്കിൽ പോലും ആ ഒരു റിക്വസ്റ്റിന് ശേഷം ചില രാജ്യങ്ങളെങ്കിലും ഇന്ത്യയോടും പാകിസ്ഥാനോടും ടെററിസ്ഥാനോടും സംയമനം അളിക്കണം എന്ന് ഉള്ള ഒരു ഒപ്പീനിയനാണ് പൊതുവെ വരുന്നത്. അറ്റ് ദ സെയിം ടൈം എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട് ടെററിസം വളർത്തുന്നത് നല്ലതല്ല എന്നും പറയുന്നുണ്ട്. മീൻസ് ഒരേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. രണ്ടാമത് നമുക്കറിയാം ഒരു ഫുൾ ഫ്ലെഡ്ജ് കൺവെൻഷണൽ വാറിലോട്ട് പോകുന്നത് ഒരു സ്ഥാനത്തും ഭൂഷണമല്ല. നല്ല രീതിയിലും പ്രത്യക്ഷമായിട്ട് ഒരു റിവെഞ്ച് നമ്മൾ തീർച്ചയായിട്ടും ടെററിസ്ഥാന് കൊടുത്തേ പറ്റുള്ളൂ. അത് അവർക്ക് അറിയുകയും ചെയ്യാം. അത് കൊടുക്കാത്തിടത്തോളം കാലം എല്ലായ്പ്പോഴും നമുക്കുള്ള ഒരു അപ്പർ ഹാൻഡ് ഇല്ലാതെയാവും. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കാറില്ല. അപ്പം എന്തായാലും ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. അതെല്ലാവർക്കും അറിയാം. അത് സർപ്രൈസ് എലമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് അവിടെ നിൽക്കട്ടെ. ഡിഫൻസ് ഫോഴ്സസ് their job, there's no problem, they will do it as per every citizen's expectation. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഈ ടെററിസ്റ്റ് ലീഡേഴ്സിനാണ് കൂടുതലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ ക്യാമ്പുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇതിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വരും. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടെററിസ്റ്റ് ഇൻ ഹാൻഡ് ആൻഡ് ഗ്ലൗ വിത്ത് ടെററിസ്റ്റ്. ഈ ടെററിസ്റ്റുകൾ തീവ്രവാദികൾ ഇല്ലാതെ ടെററിസ്റ്റ് ആംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യാനേ പറ്റില്ല. ഇത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെഗുലർ, അതായത് ഒരു നീതിയും ന്യായവും നിലപാടും ലോകരാജ്യത്തിന് മുന്നിൽ എല്ലായ്പ്പോഴും അവതരിപ്പിച്ച് ആരുടെയും വിമർശനം ഏറ്റുവാങ്ങാതെ മുന്നോട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നീങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ ഈ ടെററിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഡേഞ്ചർ, ഒരു റിസ്കി ടാസ്ക് എന്ന് പറയാം. റീസൺ ഇതുകൊണ്ടാണ്. അതേസമയം അവരുടെ മാത്രം നൈതികത ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. വേറെ പല രീതിയിൽ അറ്റാക്കുകൾ നമുക്ക് തേർഡ് ഒപ്പീനിയനിൽ ഇന്ത്യ ുള്ള ആ ഒരു ഇമേജ് ഡൗൺ ആകും. അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് എല്ലായ്പ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യ ഇതുവരെ ഇന്റർനാഷണൽ ഫോറത്തിൽ വിമർശനം വരുന്ന രീതിയിൽ ചെയ്തിട്ടില്ല, അത് ചെയ്യത്തുമില്ല. അപ്പം ആ കാര്യങ്ങളെല്ലാം കൂടി കരുതി വെച്ചുകൊണ്ടാണ് ടെസ്റ്റിലോട്ട് പോകുന്നത്. അപ്പം എല്ലാവരെയും കോൺഫിഡൻസിൽ എടുക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മൾ മാക്സിമം റിസ്ക് റെഡ്യൂസ് ചെയ്ത് ഓൺ സൈഡ്, നമ്മുടെ സൈഡിൽ മാക്സിമം റിസ്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഫേർട്ടിനായിരിക്കും നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന മാതിരി ഒരു ജവാനെ പോലും നഷ്ടം വരുത്തുക എന്നുള്ളത്, നഷ്ടപ്പെടുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനോ അതുപോലെ അംഗീകരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എത്ര ആർമി ഉള്ളത് ഈ ടെററിസ്ഥാനിൽ, അതുപോലെ തന്നെ അതിൽ കൂടുതൽ ടെററിസ്റ്റുകളാണുള്ളത്. ഈ ടെററിസ്റ്റുകൾ തന്നെയാണ് കൂടുതലും ഇവരെ കൺട്രോൾ ചെയ്യുന്നതും. അതുപോലെ തന്നെ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ബോർഡർ അറ്റാക്കിന് പോകുമ്പോൾ ദേ ഹാവ് വെപ്പൺ, ദേ ഗോട്ട് എവരിതിങ്. ഒരു അപ്പർ ഹാൻഡ് അവർക്കുള്ളത് ഈ 70-80% ടെററിസ്റ്റുകളും ടെററിസ്ഥാനിലുള്ള ടെററിസ്റ്റുകളും ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നു പോയിട്ടുള്ളതോ അല്ലെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളോ ആൾക്കാരാണ്. അപ്പം ആ ജോഗ്രഫി, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ജോഗ്രഫി ഇഞ്ച് ബൈ ഇഞ്ച് ഈ ടെററിസ്റ്റുകൾക്ക് അറിയാം. നേരെ മറിച്ച് ടെററിസ്ഥാൻ റെഗുലർ ആർമിക്കൊക്കെ അറിയില്ല. അപ്പൊ അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഈ ടെററിസ്റ്റുകളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാഷ്വാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമാണ്. കാര്യം പോയാലും ടെററിസ്റ്റുകളാണ് മരിക്കുന്നത്. അപ്പോൾ റെഗുലർ ആർമി വളരെ കുറവാണ്. അതിനുള്ള ഉദാഹരണം ഇപ്പോഴുന്നുണ്ട്. ഈ പഹൽഗാം അറ്റാക്കിൽ ഒരു ആൾ മാത്രമാണ് ടെററിസ്ഥാന്റെ റെഗുലർ ആർമി കമാൻഡോ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ടെററിസ്റ്റുകളുമാണ്. പക്ഷെ അവരൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അവരെ ഒരു രീതി അവിടെ പറയുന്നത് കാശ്മീരില് ജിഹാദ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അതായത് ഈ
ഇന്ത്യയിൽ നിന്ന് US-ലും UK-ലും ഒക്കെ ഏതാണ്ട് നല്ല ജോലിക്ക് പോകുന്ന മാതിരിയാണ് ഈ ടെററിസ്ഥാനിൽ ഈ കാശ്മീരിൽ ഞങ്ങൾ ഇപ്പൊ ഒരു വീട്ടിലോട്ട് ചെന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങളുടെ മകൻ എവിടെ, എന്താ ചെയ്യുന്നത്, എവിടെ പോയി, ജോലി എന്താ, അവൻ ജിഹാദിന് പോയിരിക്കുകയാണ് കാശ്മീരിൽ. അത് അവർക്കൊരു പ്രൈഡാണ്. ആ ഒരു രീതിയിലാണ് അതിന്റെ പ്രൈഡ് വരാനുള്ള ഒരു കാര്യം. പാകിസ്ഥാൻ ISI അല്ലെങ്കിൽ ടെററിസ്ഥാൻ ഗവൺമെന്റ് ഈ വീട്ടുകാർക്ക് മന്ത്ലി സാലറി കൊടുക്കും. അതായത് ഇയാള് ജോലിക്ക് കാശ്മീരിൽ പോയിരിക്കുന്നതിനും പകരമായിട്ട് ഗവൺമെന്റ് അവിടെ സാലറി കൊടുപ്പാണ്. അപ്പം അവർക്ക് ആ ഒരു രീതിയില്ല. രണ്ടാമത് ഫാമിലിയിൽ ഒരു സോഷ്യൽ സെറ്റപ്പില് അവർക്കൊരു പ്രൈഡാണ്. മൂന്നാമത് ആ രീതിയിൽ അവര് അള്ളാഹുവിൽ ശരണം പ്രാപിച്ചാലും അവർക്ക് അതിൽ അഭിമാനമാണുള്ളത്. അപ്പോൾ രണ്ടാമത് അങ്ങനെ പോയി കഴിഞ്ഞാൽ, ജിഹാദി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് വേ അവർ സ്വർഗത്തിലോട്ട് പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു കൺഫേം സീറ്റ് ഉണ്ട് സ്വർഗത്തിൽ, ഇല്ലെങ്കിൽ ഒരു RAC എങ്കിലും ഉറപ്പാണ്. ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ആണ് അവർ ഈ വാർ മോങ്കറിങ് ഇപ്പോഴും പ്രൊവോക്ക് ചെയ്യാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ വളരെ സംയമനത്തോടെ ബുദ്ധിപൂർവ്വം അവരുടെ മാതിരി ഫൂളിഷ്നെസ് കാണിച്ച് ചാരി ഒന്നും ചെയ്യാനുള്ള ആ ഒരു രീതി നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്തില്ല. അതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സസ് എന്ന് വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെയാണ്. അതിന്റെ റീസൺ ഇതാണ്, ബിക്കോസ് വി ആർ ഓൾവേസ് ഒബീഡിയന്റ് ആൻഡ് എവറി ടൈം കൺട്രോൾഡ് ബൈ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ്. ആൻഡ് ഗവൺമെന്റിന്റെ ഓർഡേഴ്സിനെ അക്ഷരം പ്രതി പാലിക്കുന്ന ഒരു ഡിഫൻസ് ഫോഴ്സസ് ഒരു ഇതുമില്ല. അപ്പം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദേ നോ ദാറ്റ് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ് വിക്ടറി വിൽ ബി അവേഴ്സ്, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. അപ്പൊ കുറച്ച് സമയമെടുത്തായിരിക്കാം, പക്ഷെ അൾട്ടിമേറ്റ് വിക്ടറി അവർക്ക് അത് അറിയുകയും ചെയ്യാം. ഒരു കാരണവശാലും ഒരു പ്രാവശ്യം പോലും, ഒരു പ്രാവശ്യത്തിന്റെ അല്ല, അങ്ങനെ ഒരു രീതിയേ ഇല്ല. അവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലായ്പ്പോഴും പറയില്ലേ, മേഴ്സി, നമ്മുടെ ദയ കൊണ്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണത്. നമ്മൾ അങ്ങനെ അങ്ങ് സൈഡ് ഇത് ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ സൈഡിൽ നിന്ന് പോയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെയൊന്നും പോവില്ല. പക്ഷെ ഇപ്പോൾ സിറ്റുവേഷൻ മാറി. സിംല കരാർ അവര് വേണമെന്ന് വെച്ചതോടുകൂടി ആ സിംല കരാറിന്റെ ഫണ്ടമെന്റലായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്ട് ഓഫ് ബൗണ്ടറിയാണ്. അതായത് രണ്ട് കൂട്ടരും അവരവരുടെ അതിർത്തി ഒരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി അവര് തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പണ്ടേ വേണ്ടാത്തതാണ്. ഇപ്പൊ അവരതായിക്കൊണ്ട് പറഞ്ഞു വെച്ചപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ബൗണ്ടറി ക്രോസ് ചെയ്തുള്ള ഒരു അറ്റാക്കിനൊന്നും ഇപ്പം പ്രശ്നമില്ല. കാര്യം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നമ്മളെ വിമർശിക്കില്ല. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഒരു കാരണവശാലും, നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാർഗിൽ യുദ്ധത്തിലൊക്കെ നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, വി വിൽ നെവർ ക്രോസ് LOC ക്രോസ് ചെയ്യാതാണ് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയത്. അപ്പം അതൊക്കെ ഒരു അൾട്ടിമേറ്റ് വിക്ടറിയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് സാധാരണ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെസ് ഗെയിം മാതിരിയാണ്. ഒരു സൈഡ് അവർ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മറ്റേ സൈഡിൽ കൂടി അഡ്വാൻസ് ചെയ്യുമ്പോൾ അവർ പുറകോട്ട് മാറും. ഇതൊക്കെ ഓരോ യുദ്ധതന്ത്രങ്ങളാണ്, ഓരോരോ മൂവുകളാണ്. പക്ഷെ ഈ കാർഗിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ പ്ലേസ് നമുക്ക് തന്നിട്ട് അതിൽ തന്നെ ആക്ടീവ് ഓഫ് അറ്റാക്ക് അവർക്കറിയായിരുന്നു. ഏത് സൈഡിൽ കൂടിയാണ് ട്രൂപ്സ് വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാർഗിലില്. അവർക്കറിയാം പുറകിൽ നിന്നും സൈഡിൽ നിന്നും ഒന്നും വരില്ല എന്നത്. ആ രീതി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നും മാറി ഇപ്പൊ ഉണ്ടാകുന്ന എന്തെങ്കിലും കോൺഫ്ലിക്ട്, പക്ഷേ ഞാൻ അഫ്രൈഡ് ഇൻ ദ സെൻസ് നമ്മളൊരു ലിമിറ്റഡ് ഒഫൻസീവ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്കലേഷൻ വളരെ രീതിയിലായിരിക്കും. എപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ ഇല്ലാതെ വരും. നേരത്തെ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തു, പോയി ബോംബാർഡ്മെന്റ് നടത്തി, എല്ലാം അവിടെ ക്ലീൻ ചെയ്തു, തിരിച്ചു വന്നു. ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. ഇതിപ്പോ ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല. കാര്യം അവരും ഹോംവർക്ക് ചെയ്തിരിക്കുവാണ്. അപ്പം ആ ഒരു രീതിയിൽ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് അപ്പം നമ്മൾ ഡിപ്ലോമാറ്റിക് വേയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള കൂടിയോ ആയിരിക്കാം കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫൈറ്റ് മേ ബി നമ്മുടെ ആ ലൈൻ ഓഫ് കൺട്രോൾ കുറച്ച് ലെവൽ ചെയ്ത് നമ്മൾ നമ്മുടെ ഏരിയ സേഫ്റ്റി ആക്കാനുള്ള ഒരു നിലപാട് ഒരുപക്ഷെ നടത്താനുള്ള സാധ്യതയാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. കാര്യം ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ കുറച്ചു ഭാഗം നമ്മൾ താഷ്കന്റ് അഗ്രിമെന്റ് വഴി വിട്ടുകൊടുത്ത ഭാഗം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പം. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അലൈൻമെന്റ്, അതായത് അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് പാർട്ട് എർലിയർ ബിലോങ്സ് ടു നമ്മുടെ കയ്യിലായിരുന്നു.
അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഭാഗം തിരിച്ചു പിടിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വിക്ടോറിയസ് ആവുകയും ചെയ്യും. ലോങ് ടൈമിലേക്കുള്ള നമ്മുടെ സ്ട്രാറ്റജിക്ക് അഡ്വാൻസ്മെന്റ് ആകും. ടെററിസ്റ്റിന്റെ ഇൻഫിൽട്രേഷൻ റൂട്ട് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പൊ അവിടെ നിന്നാണ് ആ റൂട്ടിൽ വന്നാണ് ലെഫ്റ്റും റൈറ്റും പോകുന്നത്. ലെഫ്റ്റിലോട്ട് പോയി ശ്രീനഗറിലോട്ടും അല്ലെ റൈറ്റിലോട്ട് പോയി രജോറി പൂഞ്ചിലും ഈ അറ്റാക്കുകൾ നടക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ആ ഭാഗം നമ്മൾ അറിയാതെ ബൈ മിസ്റ്റേക്ക് അവരുടെ കയ്യിലായി പോയി, അത് വിട്ടുകൊടുത്തതാണ്. അപ്പം ഇനിയിപ്പോ ആ ഒരു ഭാഗം തിരിച്ചു പിടിക്കാനുള്ള വിഷ്വലൈസിംഗ് ദാറ്റ് അങ്ങനെ ഒരു ഏരിയ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്വാൻറ്റേജും ഉണ്ട്, ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്, പിടിക്കാൻ എളുപ്പവുമാണ്. കാര്യം രണ്ട് സൈഡിൽ നിന്നും നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അത് വരുമ്പോഴത്തേക്ക് അതിനെ സാൻഡ്വിച്ച് ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഏരിയ അത് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒക്കുപൈഡ് കാശ്മീർ കുറച്ച് തിരിച്ചു പിടിച്ച് നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ സേഫ് ആക്കുക, സെക്യൂർ ആക്കുക. പിന്നീട് ഈ ഇൻഫിൽട്രേഷൻ ഒരു 70-80% കുറയും. അപ്പം ടെററിസ്റ്റുകളുമായിട്ടുള്ള ആ ഒരു രീതി നമുക്ക് ലോങ് ടൈമിലേക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അതുപോലെ നല്ല ഒരു അറ്റാക്ക് നടത്തി വിക്ടറി നേടി എന്നുള്ള ഒരു ക്രെഡിറ്റും കിട്ടും. ഓരോ ഇന്ത്യൻ പൗരന്റെയും ആത്മാഭിമാനം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.